കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഏതു കുഞ്ഞ്? നമ്മുടെ കുഞ്ഞ്. ഇന്ന് ഉച്ചയ്ക്ക് സ്റ്റേഷനില് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിയപ്പോ എന്റെ ചെവിയൊന്ന് വിളിച്ചു, അച്ഛാന്ന്. എന്നിട്ട് പറഞ്ഞു എനിക്കൊരു മസാല ദോശ വേണമെന്ന്. അതെ, ഞാൻ വാങ്ങിക്കൊണ്ടൊന്നു, നീ തന്നെ കൊടുക്ക. പാവം കൊതിച്ച് വെയിറ്റ് ചെയ്യായിരിക്കും. ആമി, ഈ വാതിലും തുറന്നിട്ട് ഇയാൾ ഇത് എവിടെ പോയി? ദത്തൻ കിടക്കുമായിരുന്നോ? അല്ല മുത്തശ്ശി, ദത്തൻ ഇന്ന് ഉറങ്ങാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. അല്ല, അവിടെ കിടന്നാൽ ഇവൾക്ക് ഉറക്കം വരില്ല. മുത്തശ്ശി ഇരിക്കേ. ആ, കൊച്ചു കൊച്ചു പരിഭവങ്ങൾക്കൊന്നും അർത്ഥമില്ല മക്കളെ. ജീവിതമാകുമ്പോ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ ദത്തനോട് ജീവിതത്തിൽ ആദ്യമായി എന്തോ വിട്ടു പറഞ്ഞു. ദത്തൻ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. ഏയ്, അതൊക്കെ ഞാൻ എപ്പോഴും മറന്നു. ദത്ത, എനിക്ക് എന്റെ ആദ്യമോനെ ഒരുപാട് ഇഷ്ടമാ. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് സമ്മതിച്ചു തരാൻ എന്റെ വാശി എന്നെ അനുവദിക്കുന്നില്ല. അത് നിങ്ങളോടുള്ള പിണക്കം കൊണ്ടൊന്നും അല്ല കേട്ടോ. നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ ആദ്യം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള അഹങ്കാരം കൊണ്ടാ. തെറ്റുപറ്റി പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയോട് നിങ്ങൾ ക്ഷമിക്കണം മക്കളെ. ഏയ്, എന്താ മുത്തശ്ശി ഇത്? ഞങ്ങളുടെ മുത്തശ്ശി ഞങ്ങൾക്ക് അറിയാത്തയാണോ? ഇവിടിപ്പോ ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ പൊതു ആവശ്യമല്ലേ. അതിനുവേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയാതെ വന്നപ്പോ എനിക്കൊരിത്തിരി സങ്കടം തോന്നി എന്നുള്ളത് സത്യം. ഈ സങ്കടം പുറത്തേക്ക് വന്നത് ദേഷ്യമായിട്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മുത്തശ്ശിയോട് മാപ്പ് ചോദിക്കാം. അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ദത്തന്റെ കഷ്ടപ്പാടും മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. ഈ പറഞ്ഞ പോലെ ഉള്ളിലുള്ള സങ്കടം ചിലപ്പോ ഞാൻ പോലും അറിയാതെ ദേഷ്യമായിട്ടെങ്ങാനും കഴിഞ്ഞതൊക്കെ മറന്നേക്കോ. ഇപ്പൊ ആമിമോൾക്ക് ആവശ്യം മുത്തശ്ശിയേക്കാൾ കൂടുതൽ ഒരു ഭർത്താവിന്റെ തുണയാ. പ്രത്യേകിച്ച് ഉള്ളിൽ എന്തെങ്കിലും നീരസം ഉണ്ടെങ്കിൽ അകന്നിരുന്നാൽ അത് കൂടുകയുള്ളൂ. ഒരു രാത്രി പോലും നിങ്ങൾ പിരിഞ്ഞിരിക്കാൻ പാടില്ല. ഇവള് വന്ന് ഉമാദത്തൻ എന്ന പോലീസുകാരനെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്റെ റാങ്കോ കുടുംബമഹിമയോ നോക്കിയല്ല ഞാൻ ഇവളെ തന്റെ കൈപിടിച്ചേൽപ്പിച്ചത്. ഇവള് തന്നെ സ്നേഹിക്കുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ.
ആ സ്നേഹത്തിന് ഒരിക്കലും ഒരു കുറവും വരാൻ പാടില്ല. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുക. ഏയ് അയ്യോ മുത്തശ്ശി, ഇന്ന് പോണ്ട, കാലത്ത് ഞാൻ കൊണ്ടാക്കാം. അത് വേണ്ട മോനെ, ഇന്ന് തന്നെ തിരിച്ചു പോകാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ടാക്സി പിടിച്ചു വന്നേ. അതങ്ങ് പറഞ്ഞു വിട്ടാ പോരെ? പോരാ, നിങ്ങൾ ഇവിടെ സ്വസ്ഥമായിട്ട് വല്ലതും മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കെ. ജീവിതം ഒരിക്കലേ ഉള്ളൂ മക്കളെ, അത് നന്നായി അനുഭവിച്ചും ആസ്വദിച്ചും തന്നെ തീർക്കണം. ഇപ്പൊ നിങ്ങൾ രണ്ടല്ല, ഒന്നാ. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാ നിങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണി. വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും അതിനെ നോവിക്കരുത്. പോട്ടെ മക്കളെ. ശരി. സോറി ദത്തേട്ടാ. ഏയ് വാ. എന്റെ അച്ചായ, അവളുടെ മുഖം കണ്ണീന്നോട് മായുന്നില്ല. അതെ, ഈ കണ്ട കാലത്തിനിടയ്ക്ക് ഈ നമ്പടി എന്തോരം പെണ്ണുകളെ കണ്ടേക്കുന്നു. പക്ഷെ ഇത് ഒരു മാലാക, വർണ്ണ ചിറകുള്ള മാലാക. ഞാനാ ക്ലാരമ്മ. ഇങ്ങ് കൊണ്ടുവരാ എടുത്തി. ആരും കണ്ടില്ലല്ലോ അല്ലേ? ഇല്ല. മിടുക്കി. എന്താ? ഏയ് ഒന്നുമില്ല. എന്താ ഒളിഞ്ഞു നോക്കുന്നത്? ഒന്നുമില്ല. എന്താ അറിയണ്ടേ? എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ നേരിട്ട് നോക്കിയാ പോരെ, എന്തിനാ ഒളിഞ്ഞു നോക്കുന്നേ? വാടാ. അത് വേണ്ട. വാടോ, കാണിച്ചു തരാം നിനക്ക്. ചേട്ടാ. വാ. നടക്ക്, നടക്കടാ അങ്ങോട്ട്.